അതിഥിയിലേക്ക് എത്തും മുൻപ് സ്കൂൾ തുറന്നതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഒരു പാരഡി ഗാനം കാണാം. കണ്ടോടാ ഇത് ഞെക്കുമഞ്ചാടുന്ന പഞ്ചവർണ്ണക്കുടയാണെന്നേ, കണ്ടോടാ പുട്ടുകുറ്റി പോലുള്ളൊരു വാട്ടർ ബോട്ടിലുമുണ്ടെന്ന്. സ്പൈഡർമാനുള്ള ബാഗുണ്ടേ, കണ്ടോ വെട്ടിത്തിളങ്ങുന്ന ഷൂസുണ്ടേ, എല്ലാം കൂടി അണിഞ്ഞാലോ ഇന്നടിച്ചു പൊളിച്ചങ്ങ് പോകാലോ. എമറിക് സി രാജേഷ് എന്ന കൊച്ചുമിടുക്കനാണ് ഫെലിക്സ് ദേവസിക്കൊപ്പം ഈ അടിപൊളി ഗാനം ആലപിച്ചത്. ഇതിനകം വൈറലായ ഗാനത്തെക്കുറിച്ച് എമറിക് തന്നെ നേരിട്ട് പറയും. കോട്ടയം പാച്ചിറയിലെ ബാദ LP സ്കൂളിലെ 2ാം ക്ലാസ്സിലാണ് എമറിക് പഠിക്കുന്നത്. എമറിക്, സുഖമാണോ? ഇന്ന് സ്കൂളൊന്നും പോവാതെ ഞങ്ങളെ കുഞ്ഞ് അതിഥിയായിട്ട് വന്നിരിക്കുകയാണോ ഇങ്ങോട്ട്? സ്കൂളിൽ പോയില്ലേ ഇന്ന്? ഇന്ന് രാവിലെ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതാ. ഇപ്പൊ വന്നതിന് ശേഷമാണ് ന്യൂസ് 18 ഇപ്പൊ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? സ്കൂളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? 2 മാസമൊക്കെ വീട്ടിൽ അടിച്ചു പൊളിച്ചിരുന്ന പാട്ടിലൊക്കെ പറഞ്ഞ പോലെ മടിയൊക്കെ ഉണ്ടായിരുന്നോ രാവിലെ സ്കൂളിൽ പോവാൻ? ഇല്ല. ഫ്രണ്ട്സിനൊക്കെ കണ്ടോ സ്കൂളിൽ പോയിട്ട്? കണ്ടു. എല്ലാരും എന്ത് പറഞ്ഞു? ഫ്രണ്ട്സ് ഈ പാട്ടൊക്കെ കേട്ടോ? ഭയങ്കര വൈറൽ ആയിട്ടുണ്ടല്ലോ പാട്ട്. എല്ലാരും കേട്ടോ? ഫ്രണ്ട്സും ടീച്ചറും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ പാട്ട്? അറിയത്തില്ല, അവരൊന്നും പറഞ്ഞില്ല. ഞാൻ പാടിയെന്ന് പറഞ്ഞായിരുന്നു. അവരൊന്നും പറയാത്തതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞോ? ആഹാ, അപ്പം ആകെപ്പാടെ സ്കൂളൊക്കെ സ്റ്റാർ ആയിട്ടിരിക്കുവാണോ ഇപ്പം? അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ആ പാട്ടൊന്ന് പാടിത്തരാവോ? എമറിക്, ആ പാട്ട് പാടിത്തരാവോ ഒന്ന്? എന്നാ പോരട്ടെ. വടാമോനെ എഴുന്നേക്ക, ഇന്ന് പള്ളിക്കൂടത്തിൽ പോകാലോ. പള്ളിക്കൂടത്തിൽ പോയാലോ പിന്നെ 1ാം പാഠം പഠിക്കാലോ. വടാമോനെ എഴുന്നേക്ക, ഇന്ന് പള്ളിക്കൂടത്തിൽ പോകാലോ. പള്ളിക്കൂടത്തിൽ ചെന്നാലോ പിന്നെ 1ാം പാഠം പഠിക്കാലോ. 1ാം പാഠം പഠിച്ചാലോ പിന്നെ വലിയ മിടുക്കനങ്ങാകാലോ. വലിയ മിടുക്കനങ്ങായാലോ പിന്നെ ഉദ്യോഗസ്ഥനുമാകാലോ. 1ാം പാഠം പഠിച്ചാലോ പിന്നെ വലിയ മിടുക്കനങ്ങാകാലോ. വലിയ മിടുക്കനങ്ങായാലോ പിന്നെ ഉദ്യോഗസ്ഥനുമാകാലോ. നല്ല സൂപ്പർ ആയിട്ട് പാടുന്നുണ്ടല്ലോ. പാട്ട് പഠിക്കുന്നുണ്ടോ എമറിക്? ഞാനങ്ങും പോകുന്നില്ലേ. വേണ്ട വേണ്ട. പഠിക്കോ. ഞാനങ്ങും പോകുന്നില്ലേ. വേണ്ടേ വേണ്ടമ്മേ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ. പാട്ട് പഠിക്കുന്നുണ്ടോ? പഞ്ചായത്തിലെ കൂട്ടുകാരോടൊപ്പം പഠിക്കോ. നല്ല രസമുണ്ട് കേൾക്കാലോ. പോകുമ്പോൾ മഴ പെയ്താലോ പിന്നെ പുത്തൻ കൂടെയൊന്ന് ചൂടാലോ. പഞ്ചായത്തിലെ കൂട്ടുകാരോടൊപ്പം പുത്തൻ കുറിപ്പിട്ട് പോവാലോ. പോകുമ്പോൾ മഴ പെയ്താലോ ഉടൻ പുത്തൻ കൂടെയൊന്ന് ചൂടാലോ. അത് വേണോ വേണ്ടായോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് വേണോ വേണ്ടായോ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. അത് വേണോ വേണ്ടായോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് വേണോ വേണ്ടായോ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. യെസ്, അപ്പൊ നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പൊ എമറിക് ഇതിനു മുൻപ് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ?
രണ്ടെണ്ണം പാടിയായിരുന്നു. പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? ആ ഈ പാട്ടില് പറഞ്ഞതുപോലെ സ്കൂളിൽ പോവാൻ മടിയുണ്ടോ എമറിക്കിന്? ഇല്ല. നല്ല മിടുക്കൻ കുട്ടിയാണോ? പാട്ടിൽ പറഞ്ഞതുപോലെ സ്കൂളിൽ പോയിട്ട് 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട് വലിയ ഉദ്യോഗസ്ഥനാവാനാണോ ആഗ്രഹം? ആ ആരാ ഈ പാട്ട് പഠിപ്പിച്ചത്? ഈ പാട്ട് ഇങ്ങനെ പാടാൻ ആരാ പഠിപ്പിച്ചത്? അമ്മയാണോ? ആരാ പഠിപ്പിച്ചത്? ഫെലിക്സ് അപ്പച്ച. ഫെലിക്സ് അപ്പച്ചനാണോ പഠിപ്പിച്ചു തന്നത്? ആ ആഹാ, എത്ര ദിവസം എടുത്തു ഈ പാട്ട് ഇങ്ങനെ പഠിക്കാൻ? പെട്ടെന്ന് പഠിച്ചെടുത്തോ? ആ ഒരു ദിവസം കൊണ്ട്. ആണോ? അത്രയും പെട്ടെന്ന് പഠിച്ചാൽ? നല്ല മിടുക്കനായിട്ട് പാടുന്നുണ്ടല്ലോ. വേറൊരു പാട്ട് പാടിത്തരാവോ? ആ പാടാം. റോഡിൽ പതുങ്ങി നിൽക്കും ഇന്റലിജന്റ് ക്യാമറ, ഞാനത് കണ്ടില്ലെന്നേ എന്റെ ഫോട്ടോ അതിനെടുത്തേ. റോഡിൽ പതുങ്ങി നിൽക്കും ഇന്റലിജന്റ് ക്യാമറ, ഞാനത് കണ്ടില്ലെന്നേ എന്റെ ഫോട്ടോ അതിനെടുത്തേ. റോഡിൽ പതുങ്ങി നിൽക്കും ഇന്റലിജന്റ് ക്യാമറ. യെസ്, അപ്പം പിന്നെയും ഒരു പാരഡി ഗാനം തന്നെയാണല്ലോ പാടിയത്. ഇതും ഫെലിക്സ് അപ്പച്ചൻ തന്നെയാണോ പഠിപ്പിച്ചു തന്നത്? അതെ. ഇന്ന് സ്കൂളിൽ പോയിട്ട് ഈ പാട്ട് പാടിയായിരുന്നോ? ഇന്ന് സ്കൂളിലെ ടീച്ചർ വിളിച്ചില്ല. പാട്ട് പാടാൻ വിളിച്ചില്ലേ ടീച്ചർ? അപ്പൊ അങ്ങോട്ട് പോയിട്ട് പറയണ്ടേ, ടീച്ചറെ ഞാൻ നന്നായിട്ട് പാടും, ഞാൻ പാടിത്തരാന്ന് പറഞ്ഞുകൂടായിരുന്നോ ടീച്ചറോട്? ആ അതിനൊരു അവസരം കിട്ടിയില്ലേ? ഇന്ന് തിരക്കായിരുന്നോ സ്കൂളിലാകെ? ആ അതെ. ഈ പാട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈറലാവുന്നും ഇങ്ങനെ എല്ലാവരും വാട്സപ്പിലൊക്കെ ഇട്ടതൊക്കെ കണ്ടായിരുന്നോ? അമ്മയൊക്കെ പറഞ്ഞോ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായി, നമ്മള് ഭയങ്കര സൂപ്പറായി എന്നൊക്കെ പറഞ്ഞോ അമ്മ? ആ പറഞ്ഞു. പറഞ്ഞോ? അപ്പൊ ഇനിയും പാട്ട് പഠിക്കാൻ പോവോ? ആ ആഹാ, വേറൊരു പാട്ട് പാടിത്തരാവോ? ആ പോകും. ആ പാടാം. ആ ഓക്കെ. വേനലവധിയായി കുഞ്ഞുങ്ങൾക്ക് കുസൃതിക്കാലമായി, പരസ്പരം കൊമ്പുകോക്കലായി, ഇടകിട തല്ലുകൊള്ളലായി, അനുദിനം ഭിത്തികൾ മുഴുവൻ കുത്തിവരച്ച് പൊടിയും ചളിയും നിറയുകയായി. അത് പതു ദിവസം ഈ ഭവനത്തിൽ വെടിയും പുകയും ഉയരുകയായി. അമ്മച്ചി കളിക്കാൻ പൊക്കോട്ടെ, കണ്ട കണ്ട വെയിലത് ഊകത്തൊന്നും പോണ്ട. അപ്പച്ച കളിക്കാൻ പൊക്കോട്ടെ, അടങ്ങിയിരിക്കെ വളച്ചെടുത്ത് ചെവിക്ക് പിടിച്ച് കാക്കി ഞാൻ. വേനലവധിയായി കുഞ്ഞുങ്ങൾക്ക് കുസൃതിക്കാലമായി, പരസ്പരം കൊമ്പുകോകലായി, ഇടക്കിട തല്ലുകൊള്ളലായി. മഴ മഴ നനഞ്ഞാൽ പിന്നെ പനി പിടിക്കും, നിന്നെ വടിയെടുത്തടിക്കും. അവധിക്കാല ക്ലാസുകളിൽ എത്രയും വേഗം പോകണം, പാട്ടും ഡാൻസും ഗിറ്റാറും തബലയും വായിച്ചു പഠിക്കണം. ഒരു മാസം കഴിയുമ്പോൾ റിയാലിറ്റി ഷോയിൽ പാടാലോ, അതോ കഴിഞ്ഞാൽ പിന്നെ സിനിമ പാടാമല്ലോ. മകനെ മകളെ അടങ്ങൂ, വേണ്ട വേണ്ട ഞങ്ങൾക്കൊന്നും പാടാൻ അറിയില്ലമ്മേ. മകനെ പറഞ്ഞാൽ കേക്കൂ, ഒരു കൊല്ലം മുഴുവൻ ഇരുന്ന് പഠിച്ചു പഠിച്ചു മടുത്തമ്മേ. നല്ല സൂപ്പർ ആയിട്ടാണല്ലോ പാടുന്നേ. ആകെപ്പാട് 2ാം ക്ലാസ്സിലെത്തിയ കൊച്ചുകുട്ടിയാണ്. എങ്ങനെ ഈ വരികളൊക്കെ ഇങ്ങനെ കാണാപ്പാടം പഠിക്കുന്ന? എഴുതി പഠിക്കുവാണോ? അല്ല, ഞങ്ങൾ അവിടെ ചെന്ന് പഠിച്ച് പാടുന്ന. കേട്ട് പഠിക്കുവാണോ അപ്പം? ആ ആഹാ, അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു 2 മാസമൊക്കെ വീട്ടിലിരുന്നിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മയുടെ അടുത്ത് കുസൃതിയൊക്കെ കാണിച്ചിരിക്കുകയാണോ? എന്താ ചെയ്തത്? പാട്ട് പഠിക്കാൻ പോയോ? എങ്ങനെയായിരുന്നു വെക്കേഷനൊക്കെ വാവയുടെ?
പാട്ട് പഠിക്കാൻ പോയി, ടൂറിന് പോയി, ആ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ആ 2 മാസം അടിച്ചു പൊളിച്ചോ? പിന്നെ ഊട്ടി പോയി. ആ അടിച്ചു പൊളിച്ചു. സ്കൂള് തുറക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയായിരുന്നോ? ഇങ്ങനെ വെക്കേഷൻ ആയാ മതിയായിരുന്നു എന്ന് തോന്നിയോ? ഇല്ല. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് അമ്മണ, അമ്മച്ചാമ്മി, അപ്പാപ്പ, അമ്മാമ്മ എല്ലാവരും ഉണ്ട്. അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെ ഉണ്ട് വീട്ടിലല്ലേ? അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെ പഴയ പാട്ടുകളൊക്കെ പാടി തരാറുണ്ടോ? ചിലപ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അവര് പാടി തരാറുണ്ട് അല്ലേ? ഏത് സ്കൂളിലാ എമറിക്ക് പഠിക്കുന്നേ? മാതാ EM LP സ്കൂൾ പാച്ചുക. 2ാം ക്ലാസ്സിലാണല്ലേ? അതെ. അപ്പൊ മാതാ സ്കൂളിലെ സൂപ്പർ ഹീറോ ആണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ നാളെ ഇനി സ്കൂളിൽ പോയി കഴിഞ്ഞാ അവിടെ എല്ലാവർക്കും പാട്ടൊക്കെ പാടി കൊടുക്കുവോ? കൊടുക്കും. ഇനിയിപ്പോ സ്കൂളിൽ പോകുമ്പം കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ പറയത്തില്ലേ, ഇതേ നമ്മുടെ വൈറൽ ആയിട്ടുള്ള എമറിക്ക് വരുന്നു, നമ്മുടെ ഹീറോ വരുന്നു എന്നൊക്കെ പറയില്ലേ അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ? അപ്പൊ അവരോടൊക്കെ എന്താ പറയാ? ഇതൊന്നും എനിക്കൊരു വിഷയമല്ല എന്നൊക്കെ പറയോ? ഞാൻ പണ്ടേ ഭയങ്കര സൂപ്പറാന്ന് പറയോ അവരോടൊക്കെ? ഞങ്ങൾക്ക് ഇനി ഒരു സിനിമാ പാട്ട് പാടിത്തരാവോ? എന്നാ പോരട്ടെ. തുള്ളി 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 മഴയായി വന്നാലേ ചുട 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 നടന്നേ പോതാനേ பார்த்தா பக்க தோன்றும் பிறை கேட்க தோன்றும் பூபோல் சிரிக்கும் போதும் காற்றாய் பறந்தது போதும் செல் செல் அவளுட சொல் எந்த காதல் சொல்லுதடா சொல் சொல் அவளுட சொல் எந்த நெஞ்சம் கொல்லுதடா அழகாய் மனந்தை பறத்து விட்டாலே துள்ளி 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 மழையாய் வந்தாலே ചുട 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 നടന്നേ പോതാനേ. എന്ത് സൂപ്പർ ആയിട്ടാ പാട്ടൊക്കെ പാടുന്നേ. അപ്പൊ എന്തായാലും ഇനി പാട്ടൊക്കെ പഠിച്ച് വലിയ ഗായകനാകുന്നുള്ള കാര്യത്തില് ചേച്ചിക്ക് സംശയമൊന്നുമില്ല. ഇല്ല. വലുതാവുമ്പോ ആരാവണമെന്നാണ് ആഗ്രഹം എമറിക്കിന്? ഞാൻ വലുതാവുമ്പോ എയർപ്ലെയിൻ ഡ്രൈവർ ആവും. എയർപ്ലെയിന്റെ ഡ്രൈവർ ആവാനാണോ ആഗ്രഹം? അപ്പൊ പാട്ടൊന്നും പഠിച്ച് വലിയ പാട്ടുകാരനാവണ്ടേ? അതും ആവണോ അല്ലേ? എല്ലാം ആവണം. അപ്പൊ എന്തായാലും നല്ല മിടുക്കനാണ്. അപ്പൊ ഒരൊറ്റ പാരടി പാട്ടും കൂടെ പാടിത്തരുമോ ഞങ്ങൾക്ക് അവസാനമായിട്ട്? അവസാനമായിട്ട് ഞാൻ ഇനി സ്റ്റോക്കൊന്നും ഇല്ലാന്നാണോ? കുറെ നേരമായി പാടുന്നു ചേച്ചിന്നാണോ? നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇത്രയും നേരം നല്ല മിടുക്കൻ കുട്ടിയായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടി തന്നു, വൈറലായ പാട്ട് പാടി തന്നു. അപ്പൊ ഇനിയും ഇങ്ങനെ നല്ല മിടുമിടുക്കനായിട്ട് വളരണം കേട്ടോ. നല്ല കുറെ പാട്ടൊക്കെ പാടിത്തരണം. വീണ്ടും ഞങ്ങളുടെ കൂടെ അതിഥിയായിട്ട് എത്തണം. അപ്പൊ എന്തായാലും ഉഷാറായിട്ട് പഠിക്കണം, നല്ല മിടുക്കനാവട്ടെ കേട്ടോ. താങ്ക് യു.
താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും എമറിക് സി രാജേഷ് എന്ന കൊച്ചു മിടുക്കനാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായെത്തിയത്. ആ കൊച്ചുകുട്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്.